ഹായ് ആരവ് ക്രിയേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക, ലൈക്ക് ചെയ്തിട്ട് കാണുക, ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ട് വൂവൻ റോസ് ചെയ്യുന്നത് കാണാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് സ്റ്റിച്ച് ബോർഡിനകത്ത് റൗണ്ട് 2 വരച്ചിട്ടുണ്ട്. സ്റ്റിച്ച് ബോർഡ് ഞാൻ റിങ്ങിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ, എന്നാലേ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അതിനുശേഷം റൗണ്ടിൻ്റെ ഉള്ളിൽ 5 കാലുകൾ വീതം വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് വരച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒറ്റ സംഖ്യകൾ വേണം വരച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. 5, 7, 9 കാലുകളുടെ എണ്ണം കൂടുതലനുസരിച്ച് പൂവിന് കാണാൻ ഭംഗിയുണ്ടാവും കേട്ടോ. അപ്പോൾ ചെയ്ത് കഴിയുമ്പോൾ റോസാപ്പൂ പോലെ ഇരിക്കും. 6 നൂലെടുത്തിട്ടുണ്ട്, ഒരറ്റത്ത് മാത്രം കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങിയിരിക്കുകയാണ്. ഏതെങ്കിലും ഒരു കാലിൻ്റെ അറ്റത്ത് നിന്നും അടിയിൽ നിന്നും മുകളിലേക്ക് സൂചി പൊന്തിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം സെൻറ്റർ ഭാഗത്തേക്ക് സൂചി ഇറക്കി കൊടുക്കുക. അത്രേ ഉള്ളൂ കേട്ടോ ചെയ്യണത്. ഇതുപോലെ നമ്മൾ ബാക്കിയുള്ള 4 കാലുകളും ചെയ്തെടുക്കുക. അങ്ങനെ 5 കാലുകളും ചെയ്ത് കഴിയുമ്പോഴാണ് ബാക്കി ഇനി നമുക്ക് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് 5 കാലുകളും ചെയ്തെടുക്കാം. കൂടുതലായിട്ടും നമ്മൾ ഡ്രസ്സിൻ്റെ നെക്കിൻ്റെ ഭാഗത്തൊക്കെയാണ് ഈ വൂവൻ റോസ് ചെയ്ത് കൊടുക്കുക. എവിടെയായാലും നമുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഡ്രസ്സ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്റ്റിച്ചുകൾ ഓരോന്നും ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നെക്കിൻ്റെ ഭാഗത്ത് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ ഭംഗിയായിരിക്കും കേട്ടോ. പല കളറ് നൂല് ഉപയോഗിച്ചിട്ട് പല വലുപ്പത്തിലും നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇപ്പം ഞാൻ ചെറിയ ഒരു റൗണ്ടാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് 5 കാലുകൾ വീതമിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതേ 5ാമത്തെ കാല് ഞാൻ സെൻറ്റർ ഭാഗത്തേക്ക് കുത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കാലിൻ്റെ നടുവിലേക്ക് സൂചി പൊന്തിച്ചെടുക്കുക. അടിയിൽ നിന്ന് മുകളിലേക്ക് പൊന്തിച്ചെടുത്തിട്ടുണ്ട്. ഇനി ആ സൈഡിലിരിക്കുന്ന കാലിൻ്റെ അടിയിലേക്ക് നൂല് കോർത്ത് നമ്മളിങ്ങനെ എടുക്കുക. ഇനി രണ്ടാമത് വരുന്ന കാലിൻ്റെ മുകളിലൂടെ വേണം സൂചി എടുക്കാൻ വേണ്ടിയിട്ട്. 3ാമത്തെ കാലിൻ്റെ ഉള്ളിലൂടെ വേണം എടുക്കാൻ വേണ്ടിയിട്ട്. 4ാമത്തെ കാലിൻ്റെ മുകളിലൂടെയും 5ാമത്തെ കാലിൻ്റെ ഉള്ളിലൂടെയും അങ്ങനെ എടുക്കണം കേട്ടോ. എന്നാലാണ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഇതുപോലെ നമ്മൾ ഒരു കാലിൻ്റെ ഉള്ളിൽ കൂടി എടുക്കുകയാണെങ്കിൽ മറ്റേ കാലിൻ്റെ മുകളിൽ കൂടി എടുത്തെടുത്ത് ഫുള്ളായിട്ട് ആ കാലുകൾ വരച്ചത് ഇതുപോലെ എല്ലാം ചെയ്ത് കംപ്ലീറ്റ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിൾ. വലിക്കുമ്പോൾ കറക്റ്റായിട്ട് വലിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഒന്നിൻ്റെ ഉള്ളിൽ കൂടെ മറ്റൊന്നിൻ്റെ മുകളിൽ കൂടെ അങ്ങനെ വലിച്ച് കംപ്ലീറ്റ് ചെയ്തെടുക്കുമ്പോൾ നമുക്കൊരു റോസാപ്പൂവിൻ്റെ പോലെ തന്നെ കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് റൗണ്ട് വരച്ചില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലത്തെ കാലുകളുടെ വലിപ്പം കൂടിയും കുറഞ്ഞിരിക്കും. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ കറക്റ്റായിട്ട് കിട്ടണമെന്നില്ല. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ കറക്റ്റ് റൗണ്ട് വരച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കറക്റ്റായിട്ട് കാലുകൾ വരച്ചതിന് ശേഷം വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നൂലധികം നമ്മൾ സൂചിയിൽ കോർത്തെടുക്കുക. ഇപ്പോൾ ഒരു പൂവ് ഇതുപോലെ തുന്നിയെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ചധികം നൂല് തന്നെ വേണം. അപ്പോൾ അത് നമ്മൾ സൂചിയിൽ കരുതിയിട്ട് വേണം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് എവിടെ നിന്നാണ് തുടങ്ങേണ്ടതെന്നും കുത്തി അവസാനിപ്പിക്കേണ്ടതെന്നും അറിയാൻ പറ്റില്ല. അപ്പോൾ അതേ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അടിയിലേക്ക് ഞാൻ നൂല് ഇറക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കെട്ടിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അടിയിൽ 4 കാലുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതേ ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. 2 റോസും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു മോട്ടീഫിനകത്ത് ഡിസൈനൊക്കെ വരച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് തണ്ടുകൾക്ക് സ്റ്റെം സ്റ്റിച്ച് കൊടുക്കാം. ഇലകൾക്ക് ലീഫ് സ്റ്റിച്ചും കൊടുക്കാം കേട്ടോ. ഗ്രീൻ കളർ നൂല് വെച്ചിട്ട് ഞാനിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട്. കാണാത്തവർക്കും അറിയാത്തവർക്കും നോക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഓരോരോ വൂവൻ റോസായിട്ട് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ചധികം വൂവൻ റോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ 3 കളർ വെച്ചിട്ടുണ്ട് പൂക്കൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് വയലറ്റ് കളർ വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാം. 6 നൂലെടുത്തിട്ടുണ്ട്. 5 കാലുകൾ വീതം വരച്ചു കൊടുത്തിരിക്കുന്നത്. ചെറിയ റൗണ്ടായതിൻ്റെ പേരിലാണ് 5 കാലുകൾ. നമ്മുടെ റൗണ്ടിൻ്റെ വലിപ്പം കൂടുന്നതനുസരിച്ച് കാലുകളുടെ എണ്ണം കൂട്ടി കുറച്ചും കൊടുക്കാവുന്നതാണ് കേട്ടോ. വലിപ്പം കുറവാണ് റൗണ്ടിൽ നിന്നുണ്ടെങ്കിൽ കാലുകളുടെ എണ്ണം കുറയ്ക്കുക. 5ൽ കുറയാൻ പാടില്ല കേട്ടോ. അപ്പോൾ അതേ ഞാൻ ആദ്യം വയലറ്റ് ത്രെഡ് ഉപയോഗിച്ചിട്ട് വൂവൻ റോസ് ചെയ്ത് തുടങ്ങി കേട്ടോ. 5 കാലുകൾ വരച്ചതിന് ശേഷം ഓരോരോ നൂലിൻ്റെ ഇടയിൽ കൂടി കയറ്റി ഇറക്കിയും ഫുള്ളായിട്ട് ചെയ്തെടുക്കുകയും കേട്ടോ. ഇനി നമുക്ക് മറ്റൊരു കളർ വെച്ചിട്ടാണ് അടുത്ത പൂ ചെയ്യാൻ കേട്ടോ. അപ്പോൾ റോസ് കളർ വെച്ച് ചെയ്യാനുണ്ട്, റെഡ് കളറും വെച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. വയലറ്റ്, റോസ്, റെഡ് വെച്ചിട്ടാണ് മുഴുവൻ പൂക്കളും കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നത്. ഒരു പൂവിന് മാത്രം വലിപ്പക്കുറവുണ്ട് കേട്ടോ. ബാക്കിയുള്ള പൂക്കൾക്കൊക്കെ സെയിം വലിപ്പമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതേ ഞാനിവിടെ വയലറ്റ് കളറിലുള്ളത് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഓരോ പൂ ചെയ്ത് കഴിയുമ്പോഴും അടിയിലേക്ക് സൂചി ഇറക്കി കൊടുത്തിട്ട് കെട്ടിട്ട് കൊടുക്കണം കേട്ടോ. ആ ഒരു പൂവിന് വേണ്ടിയിട്ടുള്ള നൂലും എടുക്കണം. എന്നാലേ നമുക്ക് കറക്റ്റ് ഒരു പെർഫെക്ഷൻ കിട്ടുള്ളൂ കേട്ടോ പൂവിന്. നമ്മൾ ആദ്യത്തെ പൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കെട്ടിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കളർ വെച്ചിട്ട് ചെയ്യാം കേട്ടോ.
അപ്പോൾ ഇത് നമ്മുടെ ഫുള്ളായിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കാണാം കേട്ടോ ഫുള്ളായിട്ട് ചെയ്ത് കഴിഞ്ഞത്. റെഡ് കളറിലും വയലറ്റ് കളറിലും റോസ് കളറിലും വെച്ചിട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്. നമ്മുടെ ചാനലിനകത്ത് ഓരോ സ്റ്റിച്ചിൻ്റെ വീഡിയോ ഡീറ്റെയിൽഡായിട്ട് കൊടുത്തിട്ടുണ്ട്. കാണാത്തവരൊന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വൂവൻ റോസ്. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.